UK IT ജോബ്സ് അപ്ലൈ ചെയ്യുമ്പം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചാണ് റിജക്ഷൻസ്. സോ ഈ റിജക്ഷൻസ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ CV HS കംപ്ലൈൻറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ്ഡ് അല്ല, അല്ലെങ്കിൽ ഒട്ടും കംപ്ലീറ്റ് അല്ല എന്നുള്ളത് തന്നെയാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ പാർട്ട് 1. സോ ഞാനിപ്പോൾ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു സെക്ഷനാണ്, ഈ ഒരു പ്രൊഫൈൽ സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നോക്കുക, ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല എന്നാണെങ്കിൽ ഒരു ഹെഡ്ഷോട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഒരു കവർ ഫോട്ടോ എന്തായാലും മസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഏതർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പിക്ചർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബാനർ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ലിങ്ക്ഡിനിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഫീച്ചറാണ് ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ വെരിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് കംസ് ഹെഡ്ലൈൻ. ഹെഡ്ലൈനിൽ നിങ്ങൾ കറൻറ്റ് റോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഒരു ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് റോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കീ സ്കിൽസ്. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺ അങ്ങനെ കൊടുക്കാം. പിന്നെ കീ സ്കിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ സ്കിൽസ് കുറേ പേര് ഇങ്ങനെ കുറേ സ്കിൽസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ജസ്റ്റ് 1 or 2 ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ കീ സ്കിൽ എന്താണോ ആ ഒരു കീവേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ജോബ്സിൽ ഇനി നോക്കാൻ പോകുന്ന ആ ഒരു കീ സ്കില്ലാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ലൊക്കേഷൻ എന്തായാലും മസ്റ്റാണ്. നിങ്ങളുടെ കറൻറ്റ് ലൊക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. കോൺടാക്ട് ഇൻഫോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പം റിക്രൂട്ടേഴ്സിന് അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു സെക്ഷൻ ഉണ്ട്, ഓപ്പൺ ടു. അപ്പോൾ നിങ്ങളൊരു ന്യൂ ജോബ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ടൈറ്റിൽസ് കൊടുക്കാനായിട്ട് പറ്റും. 3-4 ജോബ് ടൈറ്റിൽസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും, ഏതാണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളത്. പിന്നെ ലൊക്കേഷൻ നിങ്ങളുടെ പ്രിഫറൻസ്, ഓൺ സൈറ്റ്, ഹൈബ്രിഡ്, റിമോട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ലൊക്കേഷനാണ്. ഓൺ സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ലൊക്കേഷൻസിൽ വില്ലിംഗ് ടു റീലൊക്കേറ്റ് ആണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. സ്റ്റാർട്ട് ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, പെട്ടെന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാം. ഇല്ല എന്നാണെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് പിന്നെ നമുക്കൊരു നല്ലൊരു റോൾ വരുമ്പോൾ മാറാനാണെങ്കിൽ ഫ്ലെക്സിബിൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് ടൈപ്സ് ഇവിടെ ഫുൾ ടൈം, പാർട്ട് ടൈം, കോൺട്രാക്ട്, ഇൻറ്റേൺഷിപ്പ്, ടെമ്പററി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിരിക്കും, 1 or 2 years ആയിരിക്കും ആ കോൺട്രാക്ട് റിന്യൂവൽ, ആ കമ്പനീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഏതൊക്കെയാണോ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. പിന്നെ വരുന്നതാണ് വിസിബിലിറ്റി. ഇത് ഈ വിസിബിലിറ്റി കുറേ പേരിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓപ്പൺ ടു നെറ്റ്വർക്ക് എന്നുള്ള ടാഗ് ഇട്ടിട്ടുണ്ട്. അതെല്ലാ ലിങ്ക്ഡിൻ മെമ്പേഴ്സും വിസിബിൾ ആയിരിക്കും. സോ നിങ്ങളൊരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും നിങ്ങൾ ഓപ്പൺ ടു നെറ്റ്വർക്ക് ആണെന്നുള്ളത്. അല്ല നിങ്ങളൊരു കമ്പനിയിൽ, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ആ കമ്പനിയിലത്തെ ആൾക്കാർ കാണാതെ റിക്രൂട്ടേഴ്സ് മാത്രം കണ്ടാൽ മതി എന്നാണെങ്കിൽ റിക്രൂട്ടേഴ്സ് ഓൺലി കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യുന്നത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണോ എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ ആ ഒരു പ്രൊഫൈൽ സെക്ഷൻ ഒപ്റ്റിമൈസ്ഡ് ആണ് എന്നാണെങ്കിൽ കമൻറ്റ് യെസ് ആൻഡ് ഫോളോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.